ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ച സുരക്ഷാ റെക്കോർഡുള്ള തേജസിന് ദുബായ് ദുരന്തത്തിന് ശേഷം വിപണി സാധ്യതകൾ നഷ്ടമാകുമോ എന്ന ചോദ്യങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത്. 5000-ലധികം പരീക്ഷണ പറക്കലുകൾ, ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ച സുരക്ഷാ റെക്കോർഡ്. 2001 ആദ്യത്തെ പറക്കൽ മുതൽ ഇന്ന് വരെ ആകെ സംഭവിച്ചത് 2 അപകടങ്ങൾ മാത്രം. പറഞ്ഞു വരുന്നത് ഇന്ത്യ ഒറ്റ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിൻ മൾട്ടി റോൾ ലൈറ്റ് കോമ്പാക്ട് യുദ്ധവിമാനം തേജസിനെ കുറിച്ചാണ്. തേജസിന്റെ രണ്ടാമത്തെ അപകടമാണ് കഴിഞ്ഞ ദിവസം ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ സംഭവിച്ചത്. എയർ ഷോയ്ക്കിടെ താഴ്ന്നു പറന്നുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയാണ് വിമാനം തകർന്നത്. നിലത്ത് ഇടിച്ചയുടൻ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ പൈലറ്റിന്റെ ജീവൻ നഷ്ടമായി. വ്യോമസേനാ വിംഗ് കമാൻഡർ നമാം ശ്യാലിനാണ് ജീവൻ നഷ്ടമായത്. വ്യോമസേനയിൽ തേജസിന്റെ 10 വർഷത്തെ സേവനത്തിനിടയിലെ ആദ്യത്തെ ജീവഹാനി. മധ്യപൂർവേഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ, ലാറ്റിൻ അമേരിക്ക ചെറു രാജ്യങ്ങളെയും വ്യോമസേനയും ലക്ഷ്യമിട്ടാണ് 4ാം തലമുറ ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനം അതിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്ത്യൻ വ്യോമസേനയും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ വ്യാപാര പ്രദർശനങ്ങളിലൊന്നാണ് അവതരിപ്പിച്ചത്. പക്ഷേ എയർ ഷോയ്ക്കിടെ ഉണ്ടായ അപകടം വലിയ വെല്ലുവിളിയാണ് തേജസിന് ഉയർത്തുന്നത്. 33 വർഷം നീണ്ട പരീക്ഷണങ്ങൾക്കും 3000-ലധികം വരുന്ന പരീക്ഷണ പറക്കലുകൾക്കും അവസാനമാണ് 2016 തേജസ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും ചെലവ് കൂടിയ പദ്ധതികളിലൊന്നായിരുന്നു തേജസിന്റെ നിർമ്മാണം. 275 മുതൽ 300 കോടി രൂപ വരെയാണ് ഒരു യൂണിറ്റ് തേജസ് നിർമ്മിക്കാനുള്ള ചിലവ്. ശബ്ദാതിവേഗ പോർവിമാനമായ തേജസിന്റെ 65% ഘടകങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. കരയിലും കടലിലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും വിമാനത്തിനുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള വിധത്തിൽ രൂപകൽപ്പന ചെയ്താണ് ഈ മൾട്ടി റോൾ ലൈറ്റ് കോമ്പാക്ട് വിമാനം. വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായകമായിരുന്നു തേജസിന്റെ വരവ്. 2016 ആദ്യ തേജസ് സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമായി. തുടർന്ന് 2ാം സ്ക്വാഡ്രണും നിലവിൽ വന്നു. മിഗ് വിമാനം കളമൊഴിഞ്ഞതോടെ വ്യോമസേനയ്ക്കായി 97 തേജസ് മാർക്ക് 1A വിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം സെപ്റ്റംബറിൽ HAL-ലുമായി 62,370 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു. വിമാനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് തേജസ് Mk-1A. തേജസ് ഒരു സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ്. എന്നിരുന്നാലും വ്യോമസേന ഇരട്ട സീറ്റർ വേരിയന്റും ഉപയോഗിക്കുന്നു. ഒറ്റ സീറ്റുള്ള തേജസാണ് യുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. 2 സീറ്റുള്ളത് പരിശീലനത്തിനും ഉപയോഗിക്കുന്നു. പരിമിത ബജറ്റുകളോടെയാണ് പ്രവർത്തിക്കുന്ന ഇവർ സുരക്ഷാ ഉറപ്പും പ്രകടനത്തിലെ സ്ഥിരതയും വിൽപ്പനാന്തര പിന്തുണയുമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. തേജസ് വിമാനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് അതിന്റെ സുരക്ഷയാണ്. ഇക്കാര്യത്തിൽ മികച്ച റെക്കോർഡാണ് ഇന്ത്യയുടെ ഈ തദ്ദേശീയ വിമാനത്തിനുള്ളത്. ഇതായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊന്നും. 2001 ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിയത് മുതൽ ഇന്ന് വരെ 2 അപകടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരുന്നത്. വികസിപ്പിച്ച ഘട്ടം മുതൽ 23 വർഷത്തോളം ഒരു അപകടം പോലും വരുത്താതെയാണ് തേജസ് പറന്നത്. 2024 മാർച്ചിലാണ് ആദ്യത്തെ അപകടം സംഭവിച്ചത്. ജയ്സാൽമറിൽ തേജസ് യുദ്ധവിമാനം പരിശീലന പറക്കലിനിടെ തകർന്നു വീണെങ്കിലും ആളപായം ഉണ്ടായിരുന്നില്ല. വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് വിമാനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവം ഒഴിച്ചാൽ പരീക്ഷണ പറക്കലുകൾ ഉൾപ്പെടെ 5000-ഓളം പറക്കൽ നടത്തിയിട്ടും സാങ്കേതിക തകരാറുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലാണ് തേജസിനെ പരിഗണിക്കുന്നത്. തേജസ് യുദ്ധവിമാനത്തിന്റെ 2ാമത്തെ മാത്രം അപകടമാണ് ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ സംഭവിച്ചത്. എയർ ഷോയിൽ നടന്ന അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചാണ് അന്വേഷണം. അപകട കാരണം വ്യക്തമല്ലെന്നും അപകടത്തിന്റെ എല്ലാ വശങ്ങളും സാധ്യതകളും പരിശോധിക്കുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ മികച്ച സുരക്ഷാ റെക്കോർഡുള്ള വിമാനം എന്തുകൊണ്ട് വീണ്ടും അപകടത്തിൽപ്പെടുന്നു എന്നാണ് ഉയർന്ന ചോദ്യം. അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു യുദ്ധവിമാനത്തെ സംബന്ധിച്ച് 20 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന 2 അപകടങ്ങൾ കാര്യമായ വെല്ലുവിളിയാണ്. ഇത് വിമാനത്തിന്റെ വിശ്വാസ്യതയെയും സുരക്ഷയെയും കുറിച്ച് വ്യക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഔപചാരിക അന്വേഷണങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സാങ്കേതിക കണ്ടെത്തലുകൾ പലപ്പോഴും പരിഗണിക്കപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ അപകടം കേവലം ഒരു ദൗർഭാഗ്യകരമായ ദുരന്തം മാത്രമല്ല, ഒരു വാണിജ്യ തിരിച്ചടി കൂടിയാണ്. തേജസിന്റെ വിശ്വാസ്യത, ഗുണനിലവാരം, കഴിവ്, മത്സരാധിഷ്ഠിത ആഗോള യുദ്ധവിമാന വിപണിയിലേക്ക് കടക്കാനുള്ള സന്നദ്ധത എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും. പ്രതിരോധ വിപണിയിൽ വിശദീകരണങ്ങൾ, സാങ്കേതിക വിശദാംശങ്ങൾ, ഔദ്യോഗിക പ്രസ്താവനകൾ എന്നിവയ്ക്ക് സ്ഥാനമില്ല. അവിടെ ബജറ്റും സുരക്ഷയും പ്രകടനവുമാണ് പ്രധാനം. ഈ അപകടത്തോടെ തേജസിന്റെ ആ ഇമേജാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ലക്ഷ്യം കണ്ട വലിയ വിപണിയാകും നമുക്ക് നഷ്ടമാകുക എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.